ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്വല്ലറിക്ക് വേണ്ടി എന്തെങ്കിലും പരസ്യം ചെയ്യണമെന്ന് ജയൻ പറയുകയാണ് കേട്ടോ. എടാ, പരസ്യം അത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞറിയുന്നതാ ഏറ്റവും വലിയ പരസ്യം എന്ന് നിനക്കറിയില്ലേ ജയ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അതല്ല മുത്തശ്ശ, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഒരു നല്ല പരസ്യം ചെയ്യുന്നതിൽ തെറ്റില്ല. AN ജ്വല്ലറി പോലും വളർന്നു വന്നത് പരസ്യത്തിലൂടെയാണ് എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. എന്നാ അങ്ങനെ നീ നോക്ക് എന്ന് മുത്തശ്ശൻ പറയുകയാണ്. പിന്നീട് ജലജ അബിയോട് AN ജ്വല്ലറിയിൽ നിന്നും റിസൈൻ ചെയ്യാൻ പറയുകയാണ് കേട്ടോ. ശരി, ഞാൻ ആലോചിക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞ് അവൻ നാഗേന്ദ്രനെ കാണുകയാണ്. അവളല്ലെങ്കിലും അങ്ങനെ പറയൂ, അവൾക്ക് വേണ്ടി ബലിയാടായതാ ഞാൻ. എന്തായാലും നിനക്ക് വേണമെങ്കിൽ ജ്വല്ലറിയിലേക്ക് വരാതിരിക്കാം. പിന്നെ നിന്റെ ശമ്പളം അത് ഞാൻ കൃത്യമായിട്ട് തന്നോളാം എന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ അബി പറയും, അതെങ്ങനെയാച്ചാ ഞാൻ അവിടെ പണി ചെയ്യാതെ ശമ്പളം മേടിക്കുന്നത്? എടാ, നീ പണത്തിനോട് നല്ല ആർത്തിയുള്ളവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാസാമാസം നീ വന്നില്ലെങ്കിലും കൃത്യമായ ഒരു ശമ്പളം അത് നിനക്ക് കിട്ടിക്കോളും എന്ന് പറയുകയാണ്. പിന്നീട് നന്ദുവും മണിയും ബീച്ചിനരികിൽ നിന്നും സംസാരിക്കുകയാണ്, അവന്തികയുമായിട്ടുള്ള നിശ്ചയകാര്യവും. എന്നാൽ ആദർശേട്ടൻ MD ആയപ്പോൾ തനിക്ക് ഫ്രീ ആകാൻ പറ്റിയതിലുള്ള സന്തോഷവുമൊക്കെ അനി നന്ദുവിനോട് പറയുകയാണ്. ഒടുവിൽ നന്ദു അനിയുടെ തോളിൽ തലചായ്ച്ച് കിടക്കുന്നത് നവീൻ കാണുകയാണ്. അപ്പോൾ ഇവളും എന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നല്ലേ? രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണ്. അതാണ് അവൻ അവന്തികയുമായിട്ടുള്ള നിശ്ചയം മുടക്കിത്തരണമെന്ന് പറഞ്ഞത്. ഇത്രയും നാൾ തൻ്റെ വിചാരം നന്ദുവിനോട് അനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നായിരുന്നു. ഇനി എന്തായാലും അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. തൻ്റെ മനസ്സിൽ തന്നെ നന്ദുവിനോടുള്ള സ്നേഹം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇത് മുത്തശ്ശനോട് സംസാരിച്ചേ മതിയാവൂ. ദേഷ്യത്തോടെ നവീൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് നവീൻ മുത്തശ്ശനോട് പറയുകയാണ് കേട്ടോ, മുത്തശ്ശ, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അത് ഞാൻ ആരെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ എൻ്റെ കൂടെ നിന്ന് അത് നടത്തിത്തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടാ, നീ ഏത് പെൺകുട്ടിയെ വിവാഹം ചെയ്താലും എൻ്റെ ഭാഗത്തു നിന്നും ഒരെതിർപ്പും ഉണ്ടാവില്ല. പിന്നെയാണ് നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ. പിന്നെ എൻ്റെ സമ്മതം മാത്രം കൊണ്ട് നിൻ്റെ വിവാഹം നടക്കുമോ? നിൻ്റെ അമ്മയ്ക്കും ഇഷ്ടമാവണ്ടേ? ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ഒന്നും പറയാത്തത്. എൻ്റെ വിവാഹം എനിക്കിഷ്ടമുള്ള പെൺകുട്ടിയുമായിട്ടല്ലേ മുത്തശ്ശ നടത്തേണ്ടത്? അതൊക്കെ ശരിയാടാ, നിൻ്റെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ ആളാരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം, പക്ഷേ മുത്തശ്ശൻ അമ്മയെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ഇത് നടത്തിത്തരണമെന്ന് എനിക്ക് വാക്ക് തരണം. എന്തായാലും ഞാൻ പരമാവധി ശ്രമിക്കാം. നീ ആരാ പെൺകുട്ടിയെന്ന് പറയും. അത് മുത്തശ്ശനും അമ്മയ്ക്കുമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. ഇടാ, നീ സസ്പെൻസ് ഇടാതെ ആരാണെന്ന് പറയടാ. മുത്തശ്ശ, അത് നന്ദുവാണ്. നന്ദുവിനെ എനിക്കിഷ്ടമാണ്. നന്ദുവോ? അത് നയനയുടെ അനിയത്തിയല്ലേ? അതേ മുത്തശ്ശ. എടാ, അവൾ നല്ല പെൺകുട്ടിയാ. പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. അവൾ നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടി തന്നെയാണ്. പക്ഷേ നിൻ്റെ അമ്മ പോലീസുകാരത്തെയെ വേണ്ടെന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, പക്ഷേ മുത്തശ്ശൻ അതെനിക്ക് നടത്തി തന്നേ പറ്റൂ. എന്തായാലും ഞാൻ നിൻ്റെ അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. ഇതേ സമയം അവന്തികയ്ക്കാണെങ്കിൽ ഇപ്പോൾ അനിയെ കെട്ടാൻ വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. MD സ്ഥാനം ആദർശാണല്ലോ. പിന്നെ 3-4 ജ്വല്ലറിയുടെ നടത്തിപ്പവകാശമുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും അനിയുടേതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നയനേച്ചിയുടെ ഭാഗ്യമാണ് ആദർശേട്ടനെ പോലെ ഒരാളെ കിട്ടിയത് എന്ന് അവന്തിക ഓർക്കുകയാണ് കേട്ടോ. പിന്നീട് നവീൻ്റെ അമ്മയോട് മുത്തശ്ശൻ പറയും, മോളെ, നവീൻ എന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്. അതവൻ പറയുന്നുണ്ടെങ്കിലും ആരാണെന്ന് പറയുന്നില്ലല്ലോ അച്ഛ. അച്ഛനോട് അവളെപ്പറ്റി പറഞ്ഞോ? അതാണ് പറഞ്ഞു വരുന്നത്. അവനിഷ്ടം ആ നന്ദു മോളെയാ. നന്ദു എന്ന് കേട്ടതും അവർ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ് കേട്ടോ. നീ എന്താ ഒന്നും പറയാത്തത് എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഇല്ലച്ച, ഇത് ഞാൻ സമ്മതിക്കില്ല. പലതവണ അവനോട് നന്ദുവിനെ പോലുള്ള പെൺകുട്ടിയെ എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദുവിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ അവന് 1000 നാവാണ്. ഇതായിരുന്നല്ലേ കാരണം? എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. കേട്ടുകൊണ്ടാണ് നവീൻ അങ്ങോട്ട് വരുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെയും ഞാൻ കെട്ടില്ല. പക്ഷെ മേലിൽ വിവാഹകാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഈ കാര്യത്തിൽ അമ്മയുടെ മോൻ തന്നെയാണ് ഞാനും. എനിക്കും വാശിയുണ്ട്. ഞാൻ കെട്ടുമെങ്കിൽ അത് നന്ദുവിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് നവീൻ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. കേട്ടോ അച്ഛാ, അവൻ പറഞ്ഞിട്ട് പോയത്? മോളെ, അവൻ്റെ വിവാഹകാര്യം അവനല്ലേ തീരുമാനിക്കേണ്ടത്. നാളെ അവനാണ് ആ പെൺകുട്ടിയുമായി ജീവിക്കേണ്ടത്. ഒരു പക്ഷേ നീ പറഞ്ഞിട്ട് അവൻ മറ്റൊരു പെൺകുട്ടിയെ കിട്ടിയാലും അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? മോളെ, ആ നന്ദു നല്ല കുട്ടിയാ. നമുക്ക് നേരത്തെ മുതൽ അറിയാവുന്ന കുടുംബം. അച്ഛാ, നയനെ പോലെയല്ല നന്ദു. നവ്യ തന്നെ അനന്തപുരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ച് നന്ദു നവ്യയെ പോലെയാണെന്ന് നീ അങ്ങ് തീരുമാനിക്കരുത്.
എനിക്കെന്തോ അവൾ നല്ല കുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല, നിയമപരമായിട്ടുള്ള ഒരു കാര്യവും വിട്ട് അവളൊന്നും ചെയ്യില്ല. എൻ്റെ കെട്ടിയനോട് സംസാരിച്ചിട്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി നീയാണ് പറയേണ്ടത്. ഒന്നെങ്കിൽ അവൻ നന്ദുവിനെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ഇവിടെ ജീവിക്കും, ഇല്ല എങ്കിൽ അവൻ വിവാഹം കഴിക്കാതെ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നീയാണ് ആലോചിക്കേണ്ടത്. പിന്നീട് മനസ്സില്ലാ മനസ്സോടെ അവർ നവീൻ്റെ കാര്യത്തിന് സമ്മതം മൂളുകയാണ്ടോ. ഉടനെ തന്നെ മൂർത്തി മുത്തശ്ശനെ നവീൻ്റെ മുത്തശ്ശൻ വിളിക്കുകയാണ്. ആ, എന്തൊക്കെയാടോ വിശേഷം? നല്ല വിശേഷം. 2 ദിവസം കഴിഞ്ഞ് ഇവിടെ നിശ്ചയം നടക്കുകയില്ലേ? താൻ വരില്ലേ? പിന്നെ താൻ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ വേറൊരു കാര്യം പറയാനാ തന്നെ വിളിച്ചത്. എന്താടോ? എടോ, നവീൻ മോന് നയനയുടെ അനിയത്തി നന്ദുവില്ലേ, അവളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. ഇത് കേട്ട് മൂർത്തി മുത്തശ്ശന് സന്തോഷമാവുകയാണ്ടോ. നന്ദുമോൾ നല്ല കുട്ടിയാടോ. ആ, ഇവിടെ നവീൻ്റെ അമ്മയ്ക്ക് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഈ പോലീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമല്ലല്ലോ. തന്നെയുമല്ല, നന്ദു ആൺകുട്ടിയുടെ വേഷത്തിലാണല്ലോ നടക്കുന്നത്. അതൊക്കെ ശരിയാടോ. എന്നാലും നന്ദു നല്ല കുട്ടിയാടോ. എൻ്റെ നയന മോളെ പോലെ തന്നെയാ. വേഷത്തിലൊന്നും ഒരു കാര്യമില്ല. എന്തായാലും തൻ്റെ വീട്ടിലേക്ക് വന്നു കയറേണ്ട മരുമകൾ തന്നെയാ അവൾ. അവൾക്കിങ്ങനെ നല്ലൊരാലോചന വന്നപ്പോൾ തന്നെ എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നു. എന്നാൽ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു നല്ല ദിവസം നോക്കി ഞാൻ ഇറങ്ങാമിടോ. നമുക്കൊന്നിച്ചു പോയി കനകയോടും ഗോവിന്ദനോടും സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ നവീൻ്റെ മുത്തശ്ശൻ. പിന്നീട് അനിയുടെയും അവന്തികയുടെയും നിശ്ചയ ദിവസമാണ്. കനകയും ഗോവിന്ദനും നന്ദുവും അതുപോലെ നവീൻ്റെ മുത്തശ്ശനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട്. അനിക്ക് നന്ദുവിനെ കാണുമ്പോൾ വിഷമമാകുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അവൾ സന്തോഷം നടിച്ചു നിൽക്കുകയാണ്. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പായിട്ട് TV-യിൽ ഒരു വീഡിയോ പ്ലേ ആവുകയാണ് കേട്ടോ. നാഗേന്ദ്രനും അഭിയും അവന്തികയും പിന്നെ ഡേവിഡും ഒന്നിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ പ്ലേ ആവുന്നത്. ഒന്നും മനസ്സിലാവാതെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അവന്തികയ്ക്കും അഭിക്കും പേടിയാവുകയാണ്. ഇത് കണ്ട് ജലജയും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതാരാണ് ഇവിടെ പ്ലേ ചെയ്തതെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ. ഞാനാണ് മുത്തശ്ശ എന്ന് പറഞ്ഞ് നവ്യ മുന്നോട്ട് വരികയാണ് കേട്ടോ. ഒന്നും മനസ്സിലാവാതെ എല്ലാവരും നിൽക്കുകയാണ്. മുത്തശ്ശ, അവന്തികയ്ക്കും അഭിക്കും അവരുടെ അച്ഛനുമായി ഇപ്പോഴും ബന്ധമുണ്ട്. നീ എന്താ നവ്യയായി പറയുന്നത്? എന്താടാ, ഈ വീഡിയോയിൽ കാണുന്നത് സത്യമല്ലേ? അതെ, അതിൽ കാണുന്നത് നീയും അവന്തികയും തന്നെയല്ലേ? അഭിക്കും അവന്തികയ്ക്കും ഉത്തരം മുട്ടുകയാണ് കേട്ടോ. മുത്തശ്ശ, അനി MD ആയതുകൊണ്ട് മാത്രമാണ് ഇവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇതൊക്കെ പ്ലാൻ ചെയ്തതാകട്ടെ ഇവരുടെ അച്ഛൻ നാഗേന്ദ്രനുമാണ്. അന്ന് കോമ്പറ്റീഷൻ കഴിഞ്ഞ് നേരെ ഇവർ പോയത് ഇവരുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. പുറകെ ഇവരറിയാതെ ഞാനും ഉണ്ടായിരുന്നു. അനാമികയെ പോലെയുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് അവന്തിക. അപ്പോൾ അഭി പറയും, മുത്തശ്ശ, ഇവൾ പറയുന്നത് വിശ്വസിക്കരുത്. ഇത് ഇവൾക്ക് നന്ദുവിനെ അനിയെ കൊണ്ട് കെട്ടിപ്പിക്കാനുള്ള അടവാണ്. രണ്ടുപേർ ഇവിടെ കയറി പറ്റിയല്ലോ. ഇനി അടുത്തയാളെ ഇവിടെ കൊണ്ടുവരാനുള്ള ഇവളുടെ അടവ് മാത്രമാണ്. മിണ്ടരുത് നീ. നിനക്ക് വേണ്ടി നന്ദുവിനെ കുറ്റപ്പെടുത്തിയവളാണ് ഇവൾ എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ അതെന്താ എന്ന് മുത്തച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. മറുപടി പറയാനാവാതെ അഭി നിൽക്കുകയാണ്. മുത്തച്ഛ, ഇതൊക്കെ എഡിറ്റിംഗ് ആണ്. അവന്തിക പറയുകയാണ്, ഇത് ഫോട്ടോഷോപ്പിൽ ഒരു നല്ല എഡിറ്റർക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇല്ല മുത്തച്ഛ, ഇവൻ്റെ അച്ഛൻ്റെ അടവ് മാത്രമായിരുന്നു. മോഡലിൽ കഴിവ് തെളിച്ച എത്രയോ പേര് ഇവിടെ ഉണ്ടായിട്ടും ഇവരെന്നെ മോഡലാക്കി AM ജ്വല്ലറിയിൽ വെച്ചു. എൻ്റെ റെക്കമെൻഡേഷനിൽ എന്ന് പറഞ്ഞ് അവിടെ അഭിയെ മാനേജറുമാക്കി. ഡേവിഡ്, അയാൾ വെറുമൊരു ബിനാമി മാത്രമാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ തെളിവുകളോടെ എനിക്കിത് എല്ലാവരെയും കാണിക്കാൻ ഇതിലും വലിയൊരു സന്ദർഭം ഇനി കിട്ടില്ല എന്ന് തോന്നി. അതുപോലെ ചന്തുമോളുടെ അച്ഛൻ ഇവനാണെന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശ. ആദർശേട്ടന് വന്നിരുന്ന അൺനോൺ നമ്പർ മെസ്സേജുകൾ അതെൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ട് അയച്ചതായിരുന്നു. അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളോട് ചെയ്ത പാപം കഴുകിക്കളയണമെന്ന് എനിക്ക് തോന്നി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവൻ്റെയും അമ്മയുടെയും ചതി മനസ്സിലാക്കാതെയാ ഞാൻ നിങ്ങളോട് എല്ലാവരോടെയും ഇത്ര ദ്രോഹം കാട്ടിയത്. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ എന്ന് പറഞ്ഞ് നവ്യ നയനയോടും ആദർശനോടുമൊക്കെ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. മുത്തശ്ശ എന്ന് അവന്തിക വിളിക്കുമ്പോൾ രൂക്ഷമായി മുത്തശ്ശൻ നോക്കുകയാണ് കേട്ടോ. അവന്തിക ഇന്ന് വരെ കാണാത്ത മുത്തശ്ശൻ്റെ ഭാവം കണ്ട് നടുങ്ങി വിറക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ 3 പേരും പടിയിറങ്ങിക്കൊള്ളണം. ഇത് കേട്ട് ജലജ പറയും, അച്ഛാ, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇവരുടെ അച്ഛനാണ് AM ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്നതറിഞ്ഞത് ആദർശ് പറഞ്ഞപ്പോഴാണ്. ഇവർ രണ്ടും എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അച്ഛനാണ് സത്യം. പിന്നെ ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവിടെ നിന്നും പുറത്തു പോകാൻ പറയുന്നത്? മുത്തശ്ശ, ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അഭി മുത്തശ്ശൻ്റെ കാല് പിടിക്കാൻ അടുത്തേക്ക് ചെല്ലുന്നതും തലങ്ങും വിലങ്ങും മുത്തശ്ശൻ അഭിയെ അടിക്കുകയാണ്ടോ. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ തന്നെ ഈ പടി ഇറങ്ങിക്കൊള്ളണം. ഇവളൊന്നും അറിയാത്തത് കൊണ്ടും നാഗേന്ദ്രനെ ഇവൾ കൂട്ടി നിൽക്കില്ല എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം ജലജ് നിനക്കിവിടെ നിൽക്കാം. ഇനി നീ തരികിട പരിപാടിയുമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് ജലജയോട് മുത്തശ്ശൻ പറയുകയാണ്ടോ. അങ്ങനെ അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടങ്ങുകയാണ്.
അനി നന്ദുവിനെ നോക്കി ചിരിക്കുന്നത് അവന്തിക കാണുകയാണ് കേട്ടോ. അങ്ങനെ ദേഷ്യത്തോടെ അവന്തികയും അഭിയും അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും വീഡിയോയ്ക്ക് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്